ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഗുരുവായൂരെ ഭക്തന്മാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ആദ്യം പറഞ്ഞപ്പോ ഒരു ഒറ്റതല്ലേ ഉള്ളൂ, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം 100% കിട്ടിയാൽ മാത്രമേ ഗുരുവായൂരപ്പനെ ഒരു 6 മാസം പൂജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടെന്നുള്ളത് ബോധ്യമായി. അതുകൂടാതെ കാരണവന്മാരുടെ, പ്രത്യേകിച്ച് അച്ഛൻ അവിടെ വേദം മുറജപം ഒരു 60 കൊല്ലമൊക്കെ നടത്തിയിട്ടുണ്ടാവും. അത്ര എല്ലാ മാസവും മുറജപം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെയൊക്കെ ഒരു അനുഗ്രഹം, അമ്മയുടെയും അച്ഛൻ്റെയും കാരണവന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെന്നുള്ളത് ബോധ്യമായി. ഒരു ധന്യം, ജീവിതം ധന്യമായി എന്ന് തോന്നിയിരുന്നു. അതാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നറുക്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ സാധാരണ അവിടെ നറുക്കെടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്നലെ എനിക്ക് ഇവിടെ പേഷ്യൻസിൻ്റെ തിരക്കുള്ളതുകൊണ്ട് ഞാൻ പോരാന്ന് വിചാരിച്ച് തൃശ്ശൂർ വരെ എത്തിയതായിരുന്നു. അപ്പോഴാണ് ആദ്യം ചെയർമാൻ വിളിച്ചു. അത് കഴിഞ്ഞ് തന്ത്രിയമ്പൂരി ദിനേശൻ നമ്പൂരിപ്പാട് വിളിച്ചു. ദിനേശേട്ടൻ വളരെ അടുത്തൊരു ആളായിരുന്നു ആണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗുരുവായൂരപ്പൻ വിളിച്ചാൽ ഇതാ വരികയെന്ന് പറഞ്ഞു. പിന്നെ അരമണിക്കൂറില്ല തിരിച്ചെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ എത്തി. പിന്നെ തന്ത്രിയുടെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെയാണ് ഉണ്ടായി. കാരണം ഞാൻ ഇത് എലിജിബിൾ ആയ സമയം മുതൽ നാട്ടിൽ ഇന്ത്യയിലുള്ളപ്പോൾ ഒക്കെ കൊടുക്കാറുണ്ട്. ചില കൊല്ലങ്ങളിൽ 2 പ്രാവശ്യം കൊടുക്കും. കഴിഞ്ഞ തവണ 2-3 പ്രാവശ്യമായിട്ട് എല്ലാ തവണയും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഇങ്ങനെ വേദവും ആയുർവേദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കാനൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റാറില്ല. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി കൊടുക്കാറുണ്ട്. മോഹമുണ്ട്, പ്രതീക്ഷ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോൾ 58 വയസ്സായി, ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രതീക്ഷയൊക്കെ ആദ്യം ഉണ്ടാവുള്ളൂ. മോഹം ഉണ്ടാവുമല്ലോ, കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടണമെന്ന് മോഹം ഉണ്ടാവും. പക്ഷെ ഞാൻ വേറെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അത് വളരെ സിൻസിയറായിട്ട് പറയണം. അച്ഛനാണ് വേദം പഠിപ്പിച്ചത്. തോട്ടം സുബ്രഹ്മണ്യൻ നമ്പൂതിരി അന്നത്തെ കാലത്ത് ഒരു സാമൂഹ്യത്തിന്റെ ഒരു അതോറിറ്റി ആയിരുന്നു. അദ്ദേഹമാണ് എന്നെ ഗുരുകുല രീതിയിൽ തന്ത്രവിദ്യാപീഠത്തിലാണ് പഠിപ്പിച്ച്. പൂജ അതുപോലെ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ താന്ത്രിക കുലപതി തന്നെയായിരുന്ന കൽപ്പുഴ ദിവാകരൻ നമ്പൂരിപ്പാട് പറയും. ഇപ്പോഴുള്ള തന്ത്രിമാരുടെ ഒക്കെ ഗുരുവായിരുന്ന കൽപ്പുഴ ദിവാകരൻ നമ്പൂരിപ്പാടാണ് എന്നെ പൂജയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹം ഒരു അതോറിറ്റി തന്നെയായിരുന്നു താന്ത്രിക വിഷയത്തിൽ, സംസ്കൃത പണ്ഡിതനായിരുന്നു. അപ്പം അച്ഛനും കൽപ്പുഴ ദിവാകരൻപൂരിയാണ് ഈ വിഷയത്തിൽ പ്രധാനമായിട്ട്. പിന്നെ നിരവധി ഗുരുക്കന്മാരെ വേദത്തിലാണെങ്കിലും, വേദത്തിൽ സാമൂഹികമായതുകൊണ്ട് അധികം പേരെ കിട്ടാനില്ല, മറ്റ് ആയുർവേദത്തിലാണെങ്കിലും സംസ്കൃതത്തിലാണെങ്കിലും മറ്റു വിഷയങ്ങളിലൊക്കെ നിരവധി ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവിടെ എത്താൻ കഴിഞ്ഞത്. ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഇവിടെ കുറിച്ചിത്താനത്ത് വെച്ച് തന്നെ ഒരു ഗുരുവിന്റെ രീതിയിൽ 4 പേരെ പഠിപ്പിക്കുന്നുണ്ട്. അനവധി കാലമായിട്ടുള്ള ആഗ്രഹമാണ്. കാരണം കേരളത്തിലെ സാമവേദം അറിയാവുന്ന 2 പേരേ ഉള്ളൂ പൂർണ്ണമായിട്ട്. പിന്നെ കുറച്ചൊക്കെ വശാക്കി 1-2 പേരും കൂടി ഉണ്ട്. 20 ഫാമിലികളെ കേരളത്തിലെ സാമവേദികളായിട്ടുള്ളൂ. അപ്പം അതിലിപ്പോൾ അറിയാവുന്നവർ ഒരു കുറ്റിയേറ്റ് പോകാറായി എന്നുള്ളതുകൊണ്ട് നിരവധി കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളെ കിട്ടാനില്ല. ഇന്നത്തെ കാലത്ത് വേദം പഠിക്കാനൊക്കെ കുട്ടികളെ കിട്ടാൻ വലിയ വിഷമമാണ്. രാഘവപുരം സഭായോഗത്തിന്റെ ചെറുതാഴത്ത്, കണ്ണൂരുള്ള ചെറുതാഴത്ത് രാഘവപുരത്തിന്റെ കീഴിൽ സഭായോഗത്തിന്റെ കീഴിലാണ് ഇവിടെ തോട്ടം സാമവേദ ജൈമിനീയ സാമവേദ പാഠശാല നടത്തുന്നത്. ഒരു കൊല്ലമായിട്ടുണ്ട്. ഇപ്പോൾ 4 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ സ്കൂളിലും പഠിക്കുന്നുണ്ട് പാരലായിട്ട്. വേദം കുട്ടികളായിരിക്കുമ്പോൾ വേണം പഠിക്കാൻ. പിന്നെ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കണം. പണ്ടൊക്കെ ജാതിയൊക്കെ നിഷ്കർഷ വളരെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഒരു ബാച്ച് തുടങ്ങിയത് അത് പൂർത്തിയാക്കാതെ വേറെ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ 4 പേരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. വേദത്തെക്കുറിച്ച് ധാരാളം ക്ലാസ് എടുക്കുക പഠിപ്പിക്കുകയൊക്കെ പതിവുണ്ട്, അതല്ലാതെ പതിവില്ല. ഗുരുവായൂര് ഭക്തരോട് ഗുരുവായൂരപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേറൊന്നുമില്ല. അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം ഒരേ ഈശ്വരൻ തന്നെയാണ്. പക്ഷേ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഗുരുവായൂരെ ഭക്തന്മാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ,
മുറുകെ പിടിക്കുക ഗുരുവായൂരപ്പനെ. എൻ്റെ അനുഭവം തന്നെ അതാണ്. 58 വയസ്സായിട്ട് ഇത്രയും കാലമായിട്ട് കിട്ടാതിരുന്നൊരു ഭാഗ്യം ഇപ്പൊ കിട്ടിയതിന്റെ അർത്ഥം ഞാൻ മാനസികമായിട്ട്, ഞാൻ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്കൊന്നും പോയി തൊഴാറില്ല, പക്ഷെ ഗുരുവായൂരപ്പനെ അറിയാം. എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പനാണ് മുഴുവനുള്ളതെന്ന് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചാൽ നമ്മൾ ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാതിരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഭക്തന്മാരോട് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു, ഞാൻ അവിടെ ഒരു പറഞ്ഞില്ലേ, എല്ലാ ആഴ്ചയും പോകുക അല്ലെങ്കിൽ എല്ലാ മാസവും പോകുക, അങ്ങനെയും തൊഴാറില്ല. പക്ഷെ എനിക്ക് അത്ഭുതങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നില് ഗുരുവായൂരപ്പൻ്റെ ഒരു കൈ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മളൊക്കെ എത്രയോ സീറോ എന്ന് വന്നിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ ഒരു, അത് എല്ലാം അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നാറ്. കാരണം നമ്മൾ എവിടെയൊക്കെയോ പോകാൻ പറ്റി, എത്രയോ മഹാന്മാരെ കാണാൻ പറ്റി, എന്തൊക്കെയോ പല കാര്യങ്ങളും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമല്ല, നമ്മുടെ കഴിവല്ല. പിന്നെ ഒരു കാരണവന്മാരുടെ സുഹൃതം, ജനറ്റിക്കലായിട്ട് എല്ലാവരും പറയാനല്ലോ, ഹെറിഡിറ്ററി ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതും ഒരു പ്രധാന ഘടകമാണ്.